സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ കൂടെ വരുന്നവർക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിമ്പിളായിട്ട് നമ്മുടെ ഈ ഒരു സേവ് ആപ്പ് ബിസിനസ് ആശയവും വരുമാന സാധ്യതകളുമാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ചോദിക്കുന്നത് പോലെ പല മണിക്കൂറുകൾ എടുത്ത് ഞാനത് സംസാരിക്കാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ആശയം എത്തിക്കുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ലക്ഷ്യം. ശേഷം നിങ്ങൾക്ക് കടന്നു വന്നുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നാം യൂട്യൂബിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം പോലെ നിങ്ങൾക്ക് പഠിച്ച് ചെയ്യാവുന്നതാണ്. ഇത് എല്ലാം കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം ഏറ്റെടുക്കേണ്ടതല്ല, ചെയ്തുകൊണ്ട് പഠിക്കേണ്ട ഒരു ബിസിനസ്സാണ്. ഞാനിത് ഫാസ്റ്റായിട്ട് തന്നെ പറയാം. എന്താണ് സേവ് ആപ്പ്? സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരം ആപ്ലിക്കേഷനാണ്. അത് മാത്രമല്ല ഇതൊരു ബിസിനസ് ആണ്. ഇതിൻ്റെ ഒരു ലക്ഷ്യം, ഈ സേവ് ആപ്പിൻ്റെ പ്രധാന ലക്ഷ്യവും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതും സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്നതാണ്. ഇനി എനിക്ക് എങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണമെങ്കിൽ താങ്കൾക്ക് ഒരു ചെലവുകളുടെ നിയന്ത്രണവും വരവുകളും ചെലവുകളും ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പരിധിയില്ലാത്ത വരുമാനത്തോടുകൂടി നിങ്ങൾക്ക് സ്ഥിര വരുമാനം ആവശ്യമായി വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, സേവ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നല്ലൊരു ബിസിനസ് മാർഗവും നമ്മൾ ഇതിലൂടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സേവ് ആപ്പ് നിങ്ങളെ എങ്ങനെ സഹായിക്കും എന്ന് ഞാൻ പറയാം. സേവ് ആപ്പ് രണ്ടു തരത്തിൽ താങ്കളെ സഹായിക്കുന്നു. ഒന്ന്, സാമ്പത്തിക അച്ചടക്കവും സേവിങ് മനോഭാവവും നിങ്ങളിലേക്ക് വളർത്തിയെടുക്കാൻ നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികൾക്കും കഴിയുന്നു. കൂടാതെ യാതൊരു നിക്ഷേപവുമില്ലാതെ പരിധിയില്ലാത്ത വരുമാനം നേടാനുള്ള അവസരവും കമ്പനി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. ഇനി മൂന്നാമത്തെ, എനിക്ക് എങ്ങനെ സേവ് ആപ്പ് ലഭിക്കും? നിങ്ങൾക്ക് സേവ് ആപ്പ് ലഭിക്കാൻ വെറും 3 ലളിതമായ ഘട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഏതെങ്കിലും ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾ പേജ് രജിസ്റ്റർ ചെയ്ത് മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുത്തുകൊണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം പ്ലേ സ്റ്റോറിൽ കയറി സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ആപ്പിലേക്ക് അംഗമാകാൻ സാധിക്കും. ഇനി സേവ് ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ ബിസിനസ് ചെയ്യാം? അതിന് നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ക്രോമിലൂടെയോ അല്ലെങ്കിൽ ഗൂഗിളിലൂടെയോ നിങ്ങൾ കൊടുത്ത ആ ഒരു പാസ്വേഡും ID നമ്പറോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളെ കാത്തിരിക്കുന്ന ആ ഒരു ഹോം പേജിൽ നിങ്ങൾ ബി എ റീസെല്ലർ ആണ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ബി എ റീസെല്ലർ ആവാനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ബിസിനസ് ട്രീയിലേക്ക് നിങ്ങൾ പോസ്റ്റ് ആവുന്നതാണ്. അങ്ങനെ പോസ്റ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള അവസരം, ഒരു രൂപ പോലും കയ്യിൽ നിന്ന് എടുക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി വളർത്താനുള്ള അവസരം കമ്പനി ഒരുക്കും. ഇനി ഒരു റീസെല്ലർ ആകുന്നത് എങ്ങനെയെന്നതിനുള്ള ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ഞാൻ പറയാം. www.mysaving.in എന്ന ലോഗിൻ ചെയ്യുക. ബി എ റീസെല്ലർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിബന്ധനകൾ അംഗീകരിക്കുക. അങ്ങനെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് ഓപ്പൺ ആവും. ഡാഷ്ബോർഡിൽ നിങ്ങൾ താഴത്തെ തൊട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓൺ ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഏത് സോഷ്യൽ മീഡിയാസിലൂടെയും നിങ്ങൾക്കിത് ഷെയർ ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി വളർത്താം. നിങ്ങളുടെ കസ്റ്റമർക്ക് നമ്മുടെ സേവ് ആപ്പിനെ പറ്റിയുള്ള വിവരങ്ങൾ എത്തിക്കാം എന്നതാണ് ഈ ഷെയർ ലിങ്കിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് എത്രമാത്രം സമ്പാദിക്കാം? താങ്കളുടെ ടീം വളരുന്നതിനനുസരിച്ച് താങ്കൾക്ക് പരിധിയില്ലാതെ തന്നെ സമ്പാദിക്കാം. ടീം വളരുക എന്ന് പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് റെഫറൽ ചെയ്യുന്ന ഓരോരുത്തരും നിങ്ങളുടെ ടീം അംഗങ്ങളായി മാറും. അങ്ങനെ ടീം അംഗങ്ങൾ അവർക്കുള്ള ഓരോ ഡയറക്റ്റ് റെഫറലും അവരും ചെയ്യുന്നതോടനുസരിച്ച് നിങ്ങളുടെ ടീം വളർന്ന് അത് ഒരു പാമൊഴി പരസ്യത്തിലൂടെ, കാരണം ഇവിടെ സെലിബ്രിറ്റീസായിട്ട് നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആ സെലിബ്രിറ്റീസായി പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ നമ്മുടെ കമ്പനിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കുക, ലിങ്ക് ഷെയർ ചെയ്യാനും ഇത് രജിസ്റ്റർ ചെയ്യാനും പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങളിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി സേവ് ആപ്പുമായി എനിക്ക് എങ്ങനെയെല്ലാം സഹകരിക്കാം? നിങ്ങൾക്ക് ഇത് പലതരത്തിലും സഹകരിക്കാൻ പറ്റും. ഒന്നാമത് ഫ്രീ യൂസേഴ്സായിട്ട് കടന്നു വരാം, ആക്റ്റീവ് യൂസേഴ്സായിട്ട് കടന്നു വരാം, ഫാമിലി യൂസേഴ്സായിട്ട്. ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്പിൽ നിങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഫ്രീ യൂസേഴ്സിനും ആക്റ്റീവ് യൂസേഴ്സിനും ഫാമിലി യൂസേഴ്സിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വരുമാനമാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുക. ഒന്ന്, വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫ്രീ ഇൻകം ഉണ്ട്, വർക്കിംഗ് ഇൻകം ഉണ്ട്, ഫാമിലി യൂസേഴ്സിനുള്ള സ്പെഷ്യൽ ആനുകൂല്യങ്ങളും ഉണ്ട്. എന്താണ്
എന്താണ് ഫ്രീ ഇൻകം എന്ന് പറയുന്നത്? താങ്കൾ റെഫർ ചെയ്തവരും മൊബൈൽ ഫോൺ അല്ലെങ്കിൽ DTH എന്നിവ റീചാർജ് ചെയ്യുമ്പോൾ കമ്പനി അതിൻ്റെ റീചാർജ് കമ്മീഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ആദ്യത്തെ സ്റ്റാർട്ടർ ബോണസ് എന്ന് പറയുന്നത് ഫ്രീ ഡൗൺലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു 50 രൂപയും വാലറ്റിൽ ലഭിക്കുന്നു. പിന്നീട് റീചാർജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 49 രൂപ നിങ്ങൾക്ക് വാലറ്റിൽ ലഭിക്കുന്നു. അത് കൂടാതെ നിങ്ങൾക്ക് ഒരു ഫ്രീ പർച്ചേസിംഗ് പോയിന്റ് 500 രൂപ ഓരോ ഡൗൺലോഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നു. അതിനു പുറമെ ക്യാഷ് ബാക്ക് ആയിട്ട് കമ്മീഷൻ വരുമാനം, അതായത് എയർടെൽ, ഐഡിയ, വോഡഫോൺ ഇവരൊക്കെ കമ്പനിക്ക് കൊടുക്കുന്നതിൻ്റെ 20% റവന്യൂ ക്യാഷ് ബാക്ക് ആയിട്ടും കമ്പനി തരുന്നുണ്ട്. അതിനു പുറമെയാണ് 20 ലെവലിലായിട്ട് പരിധിയില്ലാതെ ഒരു ഫ്രീ യൂസേഴ്സിന് 1% വീതം നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ഓരോ റീചാർജിലും ലഭിക്കും. ഇനി പറയുകയാണെങ്കിൽ ഫ്രീ യൂസേഴ്സ്ക്ക് റീചാർജ് വരുമാനത്തിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. കമ്മ്യൂണിറ്റി വളരുന്നതിനനുസരിച്ച് ഡ്യൂപ്ലിക്കേഷൻ ചെയ്തുകൊണ്ട് 20 ലെവലിലായിട്ട് നിങ്ങൾ വെറും 2 പേർക്ക് കൊടുത്തുകൊണ്ട് 2 പേരും റീചാർജ് ചെയ്തുകൊണ്ട് അങ്ങനെ കമ്മ്യൂണിറ്റി വളർന്ന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ രീതി 20 ലെവൽ കമ്മീഷനായിട്ട് പോവുകയാണെങ്കിൽ ഇത് മൊബൈൽ റീചാർജ് ആയതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ 5-6 ഫോൺ ഉണ്ടെങ്കിൽ അവരൊക്കെ എല്ലാ മാസവും 28 ദിവസം കൂടുമ്പോൾ റീചാർജ് ചെയ്യും. അത് മസ്റ്റാണ്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഓരോ മാസവും 28 ദിവസം കൂടുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊരു പാസീവ് ഇൻകം പോലെ എല്ലാ മാസവും കണ്ടിന്യൂ പ്രോസസ് ആയിട്ട് നടക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1 ലക്ഷം ലഭിക്കുന്ന വ്യക്തികൾക്ക് അത് കണ്ടിന്യൂ ആയിട്ട് 1 ലക്ഷം ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇനി എന്താണ് വർക്കിംഗ് ഇൻകം എന്നല്ലേ? വർക്കിംഗ് ഇൻകം എന്ന് പറയുന്നത് 4 തരം ബെനിഫിറ്റ് ആണ് വർക്കിംഗ് ഇൻകമായിട്ട് കമ്പനിയിൽ വരുന്നവർക്ക് തരുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഫ്രീ, അതായത് ആക്റ്റീവ് യൂസേഴ്സ് ആയിട്ട് കടന്നു വരാം. ഫ്രീ ആയിട്ട് വന്നുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ഫ്രീ ആയ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് 3,999 പ്ലസ് GST കൊടുത്തുകൊണ്ട്, അതായത് 4,719 രൂപ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ആക്റ്റീവ് യൂസേഴ്സ് ആയിട്ട് കടന്നു വരാം. അങ്ങനെ കടന്നു വരുന്ന വ്യക്തികൾക്ക് വിൽപ്പന കമ്മീഷനായിട്ട് റഫറൽ വരുമാനമായിട്ട് നിങ്ങൾക്ക് 800 രൂപ പെർ ആക്ടിവേഷന് ലഭിക്കും. ഇനി രണ്ടാമത്തത് ജനറേഷൻ സെയിൽസ് ഇൻസെൻറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് 13 ലെവലായിട്ട് നിങ്ങൾക്ക് 50, 10, 20, 30, 10, 20, 30, 10, 20, 30 രീതിയിൽ 13 ജനറേഷനായിട്ട് ആ 13ാമത്തെ ജനറേഷനിലും നമുക്ക് 30 രൂപയാണ് ലഭിക്കുക. അത് കമ്മ്യൂണിറ്റി വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് കൊടുക്കുന്നതെല്ലാം നിങ്ങളുടെ ഫസ്റ്റ് ജനറേഷനും, ആ ഡയറക്റ്റ് കൊടുത്തവർ അടുത്തവരിലേക്ക് കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ സെക്കൻഡ് ജനറേഷൻ അവരുടെ ഫസ്റ്റുമായിട്ട് മാറും. അതങ്ങനെ ജനറേഷൻ അച്ഛൻ, അപ്പൻ, അപ്പൂപ്പന്മാർ, കൊച്ചുമക്കൾ എന്നതുപോലെ അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വരുമാനം നിങ്ങൾക്ക് വലിയൊരു സാധ്യതയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോവുക. 242 കോടി വരെ എത്താനുള്ള ഒരു ലെവൽ ഇൻകം ഇവിടെ ഉണ്ട്. അതാണ് ഇതിൻ്റെ റിയാലിറ്റി. അതിലേക്ക് ആഴത്തിൽ കടന്നു വന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾ ടീം ബിൽഡിംഗ് കമ്മീഷനായിട്ട് നമ്മൾ തരുന്നത് പെർ ആക്ടിവേഷൻ, അതായത് ഓരോ ആക്ടിവേഷന് 800 രൂപയാണെങ്കിൽ 2 ഓർഗനൈസേഷനായിട്ട് നിങ്ങൾ ടീം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ 400 രൂപ എന്ന ക്രമത്തിൽ അവിടെ മാച്ചിങ് ഇൻകം നമ്മൾ കമ്പനി തരുന്നുണ്ട്. ആ മാച്ചിങ് ഇൻകം പെർ ആക്ടിവേഷൻ 2 ഭാഗം മാച്ച് ചെയ്തതിന് ശേഷമാണ് ഇത് ലഭിക്കുക. അങ്ങനെ 2 ഓർഗനൈസേഷനിൽ 2 വർക്ക് നടക്കുമ്പോൾ 2 ആക്ടിവേഷൻ നടക്കുമ്പോൾ ഒരു BV മാച്ച് ചെയ്തതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ആ ടീം ബിൽഡിംഗ് കമ്മീഷൻ നിങ്ങൾക്ക് ബൈനറി ആയിട്ട് ലഭിക്കും. 400 മുതൽ അത് 600 രൂപ വരെ എത്താനുള്ള ഒരു ഓപ്ഷനും കമ്പനി ഉണ്ട്. അത് നമ്മുടെ കൂടെ വന്നവരെ നമ്മൾ ഇതേ രീതിയിൽ നല്ല രീതിയിൽ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുക, അവരെ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ സഹായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 600 രൂപയിലേക്ക് എത്തും. ഇനി ടീം ബിൽഡിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ബൈനറിയാണ്. അത് തന്നെയാണ്. ഇനി ടീം വോളിയം ഇൻസെൻറ്റീവ് ആണ്. 14 റാങ്കുകളിലായിട്ട് നമുക്ക് 10 കോടി വരെ നമുക്ക് ഇതിലൂടെ എൻജോയ് ചെയ്യാം. ഓരോ റാങ്കിലേക്ക് എത്തുമ്പോഴും അതിൻ്റെതായ വോളിയം എന്ന് പറയുന്നത് 4 BB, പിന്നെ 12 BB, പിന്നെ 30 BB, പിന്നെ 80 BB മാച്ചിങ്. അങ്ങനെ ഓരോ മാച്ചിങ്ങിലും ഓരോ റാങ്കിലേക്ക് നമുക്ക് കടന്നു വരാൻ അങ്ങനെ 14 റാങ്കിൽ കൂടി നിങ്ങൾക്ക് 10 കോടി എൻജോയ് ചെയ്യാം. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്ലാനും PDF ഒക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയെടുത്ത് ഇതിലേക്ക് കടന്നു വരിക. ഇനി എന്തൊക്കെയാണ് ഫാമിലി യൂസേഴ്സിൻ്റെ ബെനിഫിറ്റ്? ഇത് മെയിനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫാമിലി യൂസേഴ്സ് ആയിട്ടാണ് എല്ലാവരും കടന്നു വരേണ്ടതും കടന്നു വരുന്നതും. കാരണം 11,997 രൂപ, അതും 14,190, അതായത് GST 18% അടക്കം നിങ്ങൾക്ക് ഇതിലേക്ക് കടന്നു വരുമ്പോൾ 3 പ്രൊഡക്റ്റാണ് നമ്മൾ അപ്പോൾ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ പർച്ചേസ് ചെയ്ത വ്യക്തികൾക്ക് റീചാർജ് ലെവൽ വരുമാനം എന്നത് 3%ലേക്ക് അപ്ഡേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് 1 ലക്ഷം കിട്ടുന്നവർക്ക് 3 ലക്ഷം കിട്ടാനാണ് ഇവിടെ വളരെയധികം സാധ്യത ഉറപ്പുവരുത്തുകയാണ്
കമ്പനി ചെയ്യുന്നത്. അതിനുവേണ്ടി എല്ലാവരും ഒരു ബിസിനസ്സായി ഏറ്റെടുത്തുകൊണ്ട് ഫാമിലി യൂസേഴ്സായിട്ട് തന്നെ കടന്നു വരിക എന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഫാമിലി യൂസേഴ്സിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്കൊക്കെ ക്ലബ് ബോണസ്, CCM ക്ലബ് ബോണസ്, ഇയർലി ബോണസ്, DCMലേക്ക് ഉള്ള ചവിട്ടുപടി, ഇതൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. കാരണം നമുക്ക് ക്ലബ് ബോണസിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ റാങ്കിൽ താഴത്തുള്ള ഓരോ റാങ്കും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കൂടെ വന്നവരെ നല്ല രീതിയിൽ റാങ്ക് അച്ചീവ് ചെയ്യും. അതിന് 3 BV ആണ് ഒരു ഫാമിലി പാക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അപ്ഡേറ്റ് ആവുന്നത്. ആ 3 BV അപ്ഡേറ്റ് ആകുമ്പോൾ തന്നെ 4 ആണ് മാച്ചിങ് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് 12 ആണ്, തേർഡ് 30 ആണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഫാമിലി പാക്ക് തന്നെ പ്രൊമോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു 14 റാങ്കിൽ കൂടി 10 കോടി എത്താനുള്ള വലിയൊരു സാധ്യത അവിടെ പെട്ടെന്ന് തെളിഞ്ഞു വരും. അതുമാത്രമല്ല, ഈ ഒരു ഫാമിലി പാക്ക് എടുത്തവർക്ക് മാത്രമേ CCM ബോണസ് ലഭിക്കുകയുള്ളൂ. ഈ CCM ബോണസ് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ CCM ബോണസ് എന്നത് ചെറിയൊരു നിസ്സാര കാര്യമല്ല. 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കോർ കമ്മിറ്റി അംഗമാകാനാണ് നമുക്കിവിടെ ചാൻസ് ലഭിക്കുന്നത്. ഈ ഒരു ചാൻസിന് വേണ്ടി നിങ്ങൾ ഫാമിലി പാക്ക് എടുക്കുന്ന 10 പേരെ ഡയറക്റ്റ് റെഫറൽ ചെയ്താൽ നിങ്ങൾ ഒരു കോർ കമ്മിറ്റി അംഗമാകും. ആ കോർ കമ്മിറ്റി അംഗങ്ങൾക്ക് ഇയർലി നടക്കുന്ന റീചാർജ് വരുമാനത്തിൻ്റെ 5% നിങ്ങൾക്ക് ഇയർലി നമുക്ക് ലഭിക്കും. അത് വളരെ വലിയൊരു സംഭവമാണ്. കാരണം ഒരു കമ്പനിയിൽ നടക്കുന്ന ടേൺ ഓവറിൻ്റെ 5% ആണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ പോകും. 10% ആണ് അവിടെ ലഭിക്കാൻ പോകും. ഈ 5% എന്ന് പറയുന്നത് നമ്മൾ മന്ത്ലി വാങ്ങിക്കുന്ന റെഫറൽ ഇൻകവും ലെവൽ ഇൻകവും ഒക്കെ മന്ത്ലി വാങ്ങിക്കുന്നതിന് 5%ഉം ഇയർലി നടക്കുന്ന റീചാർജ് വരുമാനത്തിൻ്റെ 10%ഉമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു ഡിഫറൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനി അത് മാത്രമല്ല, DCM ബോണസിന് അർഹനാകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കോർ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള 10 പേരെ ഡയറക്റ്റ് റെഫറലിൽ നിങ്ങൾ കൊണ്ടുവരിക എന്നതാണ്. കോർ കമ്മിറ്റി അംഗങ്ങളായിട്ട് നിങ്ങൾ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് DCM അംഗമാകാനുള്ള ചാൻസ് ഇവിടെ ലഭിക്കും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് 25 വർഷത്തെ പരിചയമുള്ള വളരെ വലിയ ഒരു കമ്പനിയിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നിയമാനുസൃതം ഇത് പാലിക്കുന്ന എല്ലാ കാര്യങ്ങളും നിർബന്ധപൂർവ്വം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മുടെ കമ്പനിയുടെ നിയമവശങ്ങളൊക്കെ ക്ലിയർ ആണോ എന്നത് ഓരോരുത്തരും ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു വരുമാനമാണ്, ആജീവനാന്ത ബിസിനസ് അവസരമാണ്, വിശാലമായ മാർക്കറ്റുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ആൻഡ്രോയിഡ് ഫോൺ കയ്യിലുള്ള ഏതൊരു വ്യക്തികൾക്കും ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. ഇതൊരു റെഫറൽ കമ്മീഷനാണ്, റെഫറൽ ഏർണിംഗ് ആണ്. അപ്പോൾ ഡയറക്റ്റ് റെഫറലും അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും സോഷ്യൽ മീഡിയാസിലൂടെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി വളർത്തിക്കൊണ്ട് നല്ലൊരു കോടികളിലേക്ക് വരുമാനത്തിൽ എത്താനുള്ള ഒരു വലിയൊരു സാധ്യതയാണ് നമ്മളിവിടെ തുറന്നു വെച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ആഴങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുക എന്നതാണ് നിങ്ങൾ ഓരോരുത്തരുടെയും കർത്തവ്യം. കാരണം പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികളും ഇന്ന് സമൂഹത്തിലുണ്ട്. അതൊക്കെ ഫേക്കാണോ അല്ല സത്യസന്ധമാണോ എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തണം. നമ്മുടെ കമ്പനി സേവാപ്പ് ഇതുവരെയുള്ള 26 വർഷത്തെ ആ ഒരു യാത്രയിൽ, ജേണിയിൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിലൂടെ ആ ഒരു ജേണി ഒരിക്കലും കളഞ്ഞു കുളിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. നിങ്ങൾക്ക് നമ്മളിലേക്ക് കടന്നു വരാം. സേവ ഉറപ്പു നൽകുന്നു. പരാജിതരല്ലാത്ത നേട്ടങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ഒരു ബിസിനസ് ആശയം. ഓക്കെ, താങ്ക് യു. എല്ലാവരും നമ്മുടെ ഈ ഒരു യൂട്യൂബ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിലേക്ക് ഇനിയും പല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.